ജീവിതത്തിലെ അപൂർവം പേരൊക്കെ കിട്ടുള്ള തന്നെ ഒരു രസം സാധനം തല്ലിപ്പൊളി പുകയിരിക്കേണ്ടി വരുമോ? വാഴക്കല്ലും പയറും കണ്ടോ? ഇതാണ് വാഴക്കല്ല. വാട്ട് യു വാണ്ട് കംകീസ് കമ്പനിപ്പടി ബീഫിന് വലുതാണ് മീൻ കൂട്ടാൻ. ചില സാങ്കേതിക കാര്യങ്ങളാണ് ഞാൻ വളച്ചു കൂട്ടില്ല. കമന്റ്സിന് വേണമെങ്കിൽ റിപ്ലൈ ആയിട്ട് നമുക്ക് വോയിസ് ഇടാൻ പറ്റും. ഞങ്ങൾക്ക് സ്വർഗം താണിറങ്ങി വന്നതോ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പറമ്പിലുള്ള ഏക നേന്ത്രവാഴയായിരുന്നു ഇത് കേട്ടോ. കഷ്ടപ്പെട്ട് അവൻ കൊല ഒടിഞ്ഞ് വീണു. ഞങ്ങളത് പഴുപ്പിക്കാനായിട്ട് വെച്ചു. പഴുത്തിട്ടില്ല, 2 ദിവസം കഴിഞ്ഞാൽ പഴുക്കും. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിണ്ടി രോഗം വന്നിട്ടുണ്ടാവും അല്ലേ? അല്ല, പിണ്ടി രോഗം വന്നിട്ടുണ്ടോന്ന് അറിയുന്നില്ല. ചേട്ടൻ ഇന്ന് രാവിലെ കുറെ മൽപ്പിടുത്തം നടത്തി. അതെ, പറിച്ചെടുക്കാൻ വേണ്ടി. പക്ഷെ കിട്ടണില്ല. എന്നിട്ടാണ് ചെന്നില്ലേ കേടൊന്നുമില്ലേ? ഞങ്ങൾ തൃശ്ശൂർകാർ പൊതുവെ നേന്ത്രവാഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാഴക്കല്ലാന്ന് പറയും. ഇതിൻ്റെ കന്നുകൾ കണ്ട, ഇതിൻ്റെ കന്നുകളിൽ ഉണ്ടാവണ വാഴക്കല്ലാന്ന് പറയും. ഇതിൻ്റെ മൂട്ടിലത്തെ സാധനമല്ലേ. അതും പയറും വെക്കുന്നത് ഞങ്ങളുടെ പണ്ട് തൊട്ടിട്ടുള്ള ഞങ്ങളുടെ ഒരു ആചാരമാണ്. ഇപ്പോഴുമല്ല, ആദ്യം ചെറുപ്പകാലത്ത് കുഞ്ഞിതായിരിക്കുന്ന ടൈമിൽ അമ്മയും അതും ഉപ്പും കൂട്ടി തിന്നാറുണ്ടായിരിക്കും. വാഴക്കല്ലി ഉപ്പും തേങ്ങ എന്ത് സാധനം പറഞ്ഞ ലാസ്റ്റ് ചേട്ടൻ പറയാതാണ്. അല്ല, വാഴക്കല്ല പയറ് കട്ടൻ ചായ, കട്ടൻ കാപ്പി, ചക്കര കാപ്പി കഴിച്ച് ഉച്ചരിഞ്ഞ് ഇങ്ങനെ ഇന്ന് കഴിക്കും. അതൊരു ഭയങ്കരമായ കാലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഇതിൻ്റെ വാഴക്കല്ല എടുക്കണം എന്ന്. അപ്പോൾ ഇതിൻ്റെ വാഴക്കല്ല നല്ലതാണെന്ന് അറിയില്ല, നമുക്ക് പറിച്ചാൽ അറിയില്ലോ. അപ്പോൾ ഒരാൾ കൃത്യമായിട്ട് മിക്ക വീടുകളിലും കമന്റ് ഇട്ടിട്ടുണ്ട്, വാഴക്കല്ലും പയറും കൂട്ടി വയ്ക്കുന്നത് കാണിക്കും. വാഴക്കല്ലും അല്ലേ നമ്മൾ പണ്ടിട്ടുണ്ട്. അറിവാണ് വാഴക്കല്ല് എന്തിട്ടാണ് ഈ സാധനം. അപ്പൊ എനിക്ക് നേന്ത്രവാഴ മാത്രമല്ല ഉപയോഗിക്കുള്ളൂ. നേന്ത്രവാഴ മാത്രം ഉപയോഗിക്കില്ലോട്ടോ. മറ്റേ വാഴക്കല്ല ഇഷ്ടം പോലെ കിട്ടും. പിന്നെ നമ്മൾ ഈ മൊത്തത്തിൽ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ വാഴക്കല്ലകൾ കിട്ടും. പക്ഷെ എനിക്ക് അറിയില്ല, ചിലതൊക്കെ ആക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിളക്കം വരും. കാരണം ഇതിൽ ചൂറിടാൻ പിന്നെ ചാഴിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടായിരിക്കും ചിലത് നേന്ത്രവാഴ വെച്ചിട്ട്. പിന്നെ കണ്ടമാനം മരുന്നടിക്കുന്ന ടീമുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വാഴക്കല്ലുകൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വയറിന് അസുഖം വരും. അതായത് ഇതിൻ്റെ വാഴക്കല്ലുള്ള ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമ്മുടെ ആമാശയത്തിന്, കുടലുകൾക്ക്, എല്ലാത്തിനും നമ്പർ 1 സാധനമാണ് ഈ വാഴക്കല്ല. അത്രയ്ക്കധികം ഫൈബറാണ്. ഫുള്ള് നാരുകളാണ് ഇതിൻ്റെ ഫുഡിലുള്ളത്. അല്ല, ഈ വാഴക്കല്ലുള്ളത്. ഇത് ആഴ്ചയിൽ ഒരെണ്ണം വെച്ച് കഴിച്ചു നോക്കിയേ. ഇതിപ്പോൾ വെച്ച് കഴിക്കാനായിട്ട് ചേട്ടൻ തന്നെ പറയുന്നത് ഇത് വാങ്ങിച്ചത് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ല, അവരാരെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് കാര്യമില്ല. ഇതിപ്പോൾ ഏറ്റവും വലിയതെന്ന് പറഞ്ഞിട്ട് ഇത് പറിക്കുമ്പോൾ കിട്ടുമെന്ന് അറിയില്ല കേട്ടാ. ചിലപ്പോൾ ഉള്ളേ അല്ല കേട്, നമ്മള് വിഷമൊന്നും ഇടാത്തത് കൊണ്ടേ കംപ്ലീറ്റ് കേട് വന്നിട്ടുണ്ടാവും. അതന്നെ, കേടൊക്കെ കളഞ്ഞ് വരുമ്പോ ഇത്തിരി കിട്ടുള്ളൂ. അതാണ് നോക്കേണ്ടത്. അപ്പം ഞങ്ങള് ഇത് പറിച്ചിട്ട് പയറ് അവിടെ കുക്കറിൽ വേവിക്കാൻ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. വെന്തിട്ടില്ലേ? അപ്പോൾ നമ്മളിത് പറിക്കാൻ കേട്ടാ. ഈ വാഴക്കല്ല വേണമെങ്കിൽ വേണ്ട അവിടെ ഇഷ്ടം പോലെ പറിച്ച് എടുക്കുന്നുണ്ട് കേട്ടാ. ഞാൻ അതെടുക്കണില്ല. നോക്കട്ടെ, കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞ് ഇത് നമുക്ക് ചെത്തുമ്പോഴേ അറിയില്ല കേട്ടാ നല്ലതാണെന്ന്. ഇത് മുണ്ടൊന്ന് വളച്ചൂത്തി കൂടെ? അത് നല്ലതാണല്ലോ, കണ്ട പൊട്ടി. ഇത് വളച്ചൂത്തി കൂടെ മണ്ണി കൂടി ഇട്ട് വലിക്കണത്. മുണ്ട് വളച്ചൂത്തില്ലേ ഞാൻ? എന്തേ സാങ്കേതിക കാരണങ്ങളാ ഞാൻ വളച്ചു കൂത്തില്ല. മുണ്ട് ഇങ്ങനെ മണ്ണിലിട്ട് വലിക്കണ്ടല്ലോ. കിട്ടിയിട്ട് നമുക്ക് കാണിച്ചു തരാം. കണ്ട, ഇത് നല്ല വാഴക്കല്ലാണ്. കണ്ട, കേടൊന്നുമില്ല. കേടില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടെ തന്നെ നമുക്ക് ചെത്തി കൊണ്ടുപോകാം. അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇത് കന്നായിട്ട് കുഴിച്ചിട്ടാ. പക്ഷെ നമ്മൾ കന്നായിട്ട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതല്ല. തരുതാ കണ്ടിട്ട് നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഇത് ചെത്തി ഫിനിഷിങ് ആക്കാം നമുക്ക്. ഉള്ളിലേക്ക് കടാ നമ്മൾ മരുന്നുകളൊന്നും ചെയ്യാത്ത കാരണം കണ്ട ഇതിൻ്റെ ഉള്ളിലേക്ക് കേട് കയറുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഇങ്ങനെ അരിയുമ്പോൾ അത് വൃത്തിയായിട്ടാകണം. അത് സരിതേര പണിയാണ്.
പിന്നെ നമ്മൾ ഉണ്ണിപ്പിണ്ടി വെക്കില്ലേ അതുപോലെ തന്നെ അതന്നെ സിസ്റ്റം. ഉണ്ണിപ്പിണ്ടി ആവുമ്പോ നമ്മൾ നന്നായിട്ട് കുനുകുനുങ്ങനെ അരിയും, പിന്നെ അതിന് നല്ല സോഫ്റ്റ്നെസ് കൂടുതലായിരിക്കും. പക്ഷെ ഇതിന് കുറച്ചുകൂടെ ഹാർഡായിരിക്കും. ആ ഇതാണ് ടേസ്റ്റ് ട്ടാ ഉണ്ണിപ്പിണ്ടിയേക്കാളും. ഉണ്ണിപ്പിണ്ടി ഒരു വെള്ളം ഭയങ്കര ഇഷ്ടം. എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആ കുഴപ്പമില്ലാന്ന് മാത്രം. ഉണ്ണിപ്പിണ്ടി വെള്ളം ചവയ്ക്കില്ലോ, വെള്ളം ചവയ്ക്കും ചരക്കേര പോലെ. ആ ചരക്കേനെ പറ്റിയിട്ട് സുചിചന്ദ്രൻ നല്ല ഒരു കമന്റ് ഇട്ടിട്ടുണ്ടല്ലേ സരിത? നീ കണ്ടില്ലേ? ഇപ്പൊ കമന്റ്സിന് വേണമെങ്കിൽ റിപ്ലൈ ആയിട്ട് നമുക്ക് വോയിസ് ഇടാൻ പറ്റും. ഞങ്ങൾക്ക് ഇടണം, അങ്ങനെ ഇടണമെങ്കിൽ നിങ്ങൾ പറയട്ടാ. ഞങ്ങളുടെ വോയിസിൽ ഞങ്ങളുടെ റിപ്ലൈ കിട്ടണമെങ്കിൽ അല്ലേ? ആ അങ്ങനെ പറ്റും. നമുക്ക് വേണമെങ്കിൽ വോയിസ് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ നോക്കിയതാ റിപ്ലൈ ഇടായിരുന്നു, പിന്നെ എനിക്ക് തന്നെ ഒരു മടി. ചിലർക്ക് നാണാവാ കയ്യോടെ നിങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദത്തിൽ താങ്ക് യു പറയാലോ നമുക്ക്. പിന്നെ നമുക്ക് വലിയ റിപ്ലൈ ഒക്കെ ഇടാലോ. വലിയ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ ചില ഇതൊക്കെ ചോദിക്കണേന് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മറുപടി ഇടാറില്ല. ഇത് മുഴുവൻ ടൈപ്പ് ചെയ്യണ്ടെന്ന് വെച്ച്. പക്ഷെ ഇനിയിപ്പോ നമുക്ക് വോയിസിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും പറയാൻ പെട്ടെന്ന്. അയ്യോ ഇത് പോയി കഴിഞ്ഞ് വല്ലതും കിട്ടിയ ഭാഗ്യം. നിറച്ച് കേടാല്ലേ, ഇവിടെയൊക്കെ കേടുകണ്ട. ഈ ഉള്ളിലേക്ക് കയറിയിട്ട് കേടുകളുണ്ട്. അപ്പൊ നമുക്കിത് ഇങ്ങനെ കഴുകിയിട്ടേ അരിയുമ്പോൾ നമുക്ക് അത് ക്ലിയർ ആക്കാം. ഇതില് ഇപ്പൊ നമ്മുടെ വോയിസ് നമുക്ക് ഇടാൻ പറ്റും. പക്ഷെ നിങ്ങളുടെയൊക്കെ വോയിസ് നാളെ ഞാൻ പുതിയ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോയിസിൽ കമന്റ് ഇടാൻ പറ്റും. അങ്ങനെ വെക്കാവോ യൂട്യൂബ്? അത് അറിയില്ല. അപ്പൊ ആരൊരാൾ പറഞ്ഞു നടന്നു, ഈ നാട്ടുകാരെ വോയിസും കൂടി വരാണെങ്കിൽ കൊടുങ്ങല്ലു ഭരണി പോലെ ആയിരിക്കും ഇതിലേക്ക് മുഴുവൻ വരാന്ന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ടായിട്ട് പറയാലോ. ഇല്ല യൂട്യൂബിൽ അങ്ങനെ അങ്ങോട്ട് വൃത്തികെട്ട കമന്റ്സ് കാണാറില്ല അല്ലേ? ഫേസ്ബുക്കിലാണ് ഭയങ്കര മോശം കമന്റ്സ് ഒക്കെ കാണാറുള്ളത്. യൂട്യൂബിൽ അങ്ങനെ അധികം അത്രക്ക് തരം താന്ന പോലെ തെറി കമന്റ് കാണാറില്ല. ഓരോ ഭൂപടങ്ങൾ പോലെ കാണും. അപ്പൊ അരിഞ്ഞ് അത് കേടൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാൻ കുറച്ച് സമയം എടുക്കും. നീറ്റാണ് അല്ല നീറ്റാക്കണം. അപ്പൊ ശരിട്ടാ. വാഴക്കല്ലും പയറും കണ്ടോ? ഇതാണ് വാഴക്കല്ല. ഇതിനിപ്പോ അതിന്റെ കടയ്ക്ക് മാന്താണെങ്കിൽ ഇനിയും കിട്ടും. ഇനി കിട്ടും. അല്ല ഇനി ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ പിരികടയ്ക്ക് കുറെ എണ്ണം ഉണ്ട് കേട്ടോ. അതേ 1 2 3 4 ഇപ്പൊ ഈ കുഴിച്ചിടേണ്ട വാഴയ്ക്കുള്ള പവർ ഇല്ലേന് കണ്ട. ഇങ്ങനത്തെ ശരിക്ക് നന്നായിട്ട് നല്ല ഇതുള്ളതാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തലയൊക്കെ വെട്ടിയിട്ട് ഉണക്കി ചാണപ്പൊടിയും വെണ്ണൂറൊക്കെ തേച്ച് വെച്ച് അല്ല ഈ കുമ്മായൊക്കെ തേച്ച് വെച്ചിട്ട് ഉണക്കിയിട്ട് നേന്ത്ര കുഴിച്ചിടാം. അപ്പോൾ നേന്ത്രവാഴ വലുതായി കൊലയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതുണ്ടാകുന്ന സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, വീട്ടിലേക്ക് അല്ല കുടിയിലേക്ക് പോവാം. നമ്മുടെ വാഴക്കല്ല് എടുത്തു കേട്ടോ. പയർ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചു. പയർ നമ്മുടെ സാധാരണ പയർ ഒരു വിസിലടിച്ച് സാധാരണ ഇത് എന്തൊരു ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയറിന്റെ ഒപ്പം തന്നെ ഇത് ഇടും. പയറിന്റെ ഒപ്പം തന്നെ കിടന്ന് അത്രക്ക് ഇതിന്റെ വേവ് ഒന്നും വരില്ല, എന്നാലും പയറിന്റെ ഒപ്പം ഇടാറ്. ഇതിപ്പോ അല്ല പയർ മുന്നിൽ വേവിച്ചു. ചേട്ടനാണ് അരിയാൻ പോണത്. അല്ല ഞാൻ വട്ടത്തിൽ അരിഞ്ഞു തരാം. കണ്ട ഇത് കണ്ട ഒരു ഞാര് ഉണ്ണിപ്പിണ്ടി പോലെ തന്നെ കണ്ട. ഈ ഞാര് കണ്ട, ഇതൊക്കെ നമ്മുടെ വയറിന്റെ ഉള്ളിലേക്ക് പോകുന്നത് നല്ലതാണ് കണ്ട ഞാരുകള്. അപ്പൊ അത് നമുക്ക് വേണ്ട. ഇപ്പൊ ഇതിങ്ങനെ സാധാരണ കണ്ട നല്ല ബല. അത് ഉണ്ണിപ്പിണ്ടിയുടെ പോലെ അല്ലാട്ടാ, അരിയാൻ ഇത്തിരി പണിയുണ്ട്. ആ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അപ്പൊ അത്ര വലിയ കുഴപ്പമില്ല. കത്തിന്ന് മുറിച്ചു കൂടണ വേണ്ട കണ്ട. ശുദ്ധമായ ഇതായ കാരണം നല്ല മുറുക്ക. ശുദ്ധമായത് കാരണം അല്ലെങ്കിൽ മുറുക്കുണ്ട്. ഒരു മിനിറ്റ് ഇത് വേണ്ട ഇങ്ങനെ വട്ടത്തിലാക്കി. അപ്പോൾ ഇത് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇതൊക്കെ കേട്ടാ. ഇങ്ങനത്തെ സാധനങ്ങൾ കേടായിട്ടുള്ളത് അത് നമുക്ക് നല്ല വൃത്തിയാക്കിയിട്ട് വേണ്ട. അപ്പോൾ നല്ല വൃത്തിയായി അതാണ് നമുക്ക് അരിയുന്നത്. അത് ഇങ്ങനെ പുറത്തിരിക്കും തോറും ഈ വെള്ള കളർ പെട്ടെന്ന് പോട്ടാ. അത് ഡാർക്ക് കളറോ അതിന്റെ കറി. പിന്നെ അത് വെള്ളത്തിലേക്ക് ഇടണം. ചേട്ടാ അതൊന്ന് പൊക്കി ആ പലക. ആ ടിസ്റ്റ് അടിക്കണല്ലേ? ഇങ്ങനത്താക്കി. അപ്പോൾ ഇത് ഇത്രയ്ക്കധികം വേണ്ട. ഇത് നാളത്തേക്ക് എടുക്കാം, ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഈ സാധനം സാധാരണ ഈ സാധനം വെക്കുമ്പോൾ കുറേ വെക്കും. അപ്പൊ ചേട്ടൻ ചോറൊന്നും ഉണ്ണാറില്ലേ? അതിങ്ങനെ കിണ്ണത്തിൽ ചോറിന്റെ പോലെ എടുത്തിട്ട് ഇങ്ങനെ ടീസ്പൂൺ കൊണ്ട് കോരി കോരി കഴിക്കുക ചെയ്യാറ്. ആ വെറുതെ തന്നെ, അതാണ് എൻ്റെ രീതി.
അപ്പൊ ശരി. അതേ ഒരു ഫോൺ കോൾ വന്നു, അതിൻ്റെ ഇടയിൽ ഞാനിതൊക്കെ ചെത്തി വെടുപ്പാക്കി കണ്ട ഇങ്ങനെ നല്ല നീറ്റാക്കി കൊടുത്തു സരിതയ്ക്ക്. ഇനിയിപ്പോൾ കരിയേ വേണ്ട, എല്ലാം അല്ല ചുറ്റുവട്ടൊക്കെ നല്ല വൃത്തിയാക്കി കൊടുത്തു. ചുറ്റുവട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിറ്റം അടിക്കുന്ന പോലെ വീടിൻ്റെ പരിസരമല്ല കേട്ടാ, ഇതിൻ്റെ ചുറ്റുവട്ടമായാലും നമ്മൾ വൃത്തിയാക്കണം നന്നായിട്ട്. കണ്ട ഇങ്ങനെ നീറ്റാക്കി കൊടുക്കണം. ഞാൻ ഇങ്ങനെ അരിയട്ടെ, വട്ടത്തിൽ മാത്രമല്ല അരിയാൻ പറ്റാട്ടത്, ഇത് ഇങ്ങനെ അരിയാം, ചതുരത്തിലരിയാം. കേടുള്ള വശമൊക്കെ നമുക്ക് ചെത്തി കളയാം. വളരെ വിലപിടിപ്പുള്ള സാധനമാണ് കേട്ടത്. ഒരു വിലമതിക്കാനാവാത്തതാണ്, കാരണം കാശ് കൊടുത്താലും കിട്ടില്ല. അല്ല ഇപ്പൊ ഷാപ്പുകളിലൊക്കെ കിട്ടുന്നുണ്ട് വാഴക്കല്ലും പയറും. വാഴക്കല്ല് ഇഷ്ടംപോലെ സ്ഥലത്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്, നമ്മൾ വിശ്വസിച്ച് വാങ്ങിക്കും. ഇത് ഈ ഫ്യൂരിഡാനിൽ മുക്കിയിട്ട് തന്നെ വെക്കുള്ളൂ. നമ്മൾ പണ്ടേ വാഴത്തോട്ടങ്ങളിലേക്ക് പോകും, വാഴത്തോട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഈ വാഴക്കന്ന് വാങ്ങിക്കാനൊക്കെ പോകുമ്പോൾ വാഴക്കല്ല് എടുക്കാനായിട്ട് വാഴക്കല്ല അമ്മ പറയും, വാഴക്കല്ലിനെങ്കിൽ 2-3 കൊണ്ടുവരാൻ പറയും. നമ്മുടെ വീട്ടിൽ നേന്ത്രവാഴ കുറവായിരുന്ന ടൈമില് എപ്പോഴും ഉണ്ടാവണമെന്നില്ല കൂട്ടാൻ വെക്കാൻ. അപ്പൊ നമ്മൾ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അവര് സമ്മതിക്കില്ലേ, അവരെന്നെ പറയും കൊണ്ടുപോകണ്ടെന്ന് പറയും. ഇപ്പഴല്ലാട്ടാ, പണ്ട് അന്നും ഉണ്ടായിരുന്നു. ഈ നമ്മള് കുരുടാന്ന് പറയും, ശരിക്കുള്ള പേര് ഫ്യൂറിഡാൻ എന്നാണ്. കുരുടാൻ മരിച്ചു പറയില്ലേ, എന്തൊരു സാധനം ഞാൻ വിചാരിക്കാറുണ്ട്. കുരുടാൻ മാത്രല്ല കൊറേ സാധനങ്ങൾ ചെയ്യും. അല്ല കുരുടാന്ന് നമ്മൾ പറയുന്നു. ഇതൊന്ന് ചെത്തി കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ ഇതാക്കാൻ സുഖ. അത് ഇനിയിപ്പോ വളരെ സിമ്പിൾ പരിപാടിയാണ്. നമ്മളിത് കണ്ട ഈ ലെവലില്. അപ്പൊ ഞാൻ അരിയണ്ടേ? അല്ല ഞാൻ കാണിച്ചു തരാനാ. അല്ല അത് നിനക്കറിയാം, നീ ഇപ്പം അങ്ങോട്ട് പോയി വെക്കലായിരുന്ന വീട്ടില്. കണ്ട ഇങ്ങനെ ആക്കിയിട്ട് ഇതാണ് പരിപാടി. കണ്ട ഇങ്ങനെ അരിയുക. അപ്പം ഇതുമെന്ന് അറിയാൻ ഞാരുകളുണ്ടാവും. കണ്ട ഇങ്ങനെ നമ്മൾ ചില വീടുകളുടെ ഇതുമേ ഞാത്തിയിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഓരോ ഷാൻ ലെയർ എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാത്തിയില്ല, ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നൂല് ഇത് അതുപോലെ ഇല്ലേ നോക്കിയേ. ഇല്ലെങ്കിൽ വേണ്ട. കണ്ട ഇങ്ങനെ അരിയുക. ഇത് അരിഞ്ഞുണ്ടാക്കലാണ് ഒരു മെയിനായിട്ടുള്ള പണി. ഞാൻ ഉള്ളി നന്നാക്കാം ചേട്ടാ, തീർന്ന് അരിഞ്ഞു. അപ്പോൾ ഞാൻ അരിഞ്ഞാൽ മതിയാ. അപ്പോൾ കണ്ട ഞാൻ ഇടിക്കേണ്ടിട. ചേട്ടൻ എനിക്കിത് അരിയാൻ തരുന്നില്ല, അപ്പൊ ഞാൻ ഉള്ളി നന്നാക്കാൻ പോവാ. അതായത് അരിയാനായിട്ട് ഇത്തിരി ഉണ്ണിപ്പിണ്ടി അരിയണ പോലെയല്ല, ഇത്തിരി ബലം വേണം ഇതിനെ. ഞാൻ അരിയണ ഇന്നല്ലേ ഇങ്ങനെ പറച്ചിട്ട് ഇങ്ങനെ പുറം ഭാഗം ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് എനിക്ക് തരാ ചെയ്യാറ്. അല്ല നിനക്ക് അരിയണ അരിഞ്ഞോട്ടാ, അത് പറഞ്ഞോളായിട്ട് കൊറേ നേരം ഉണ്ട് അവിടെ എണീക്കില്ലേ. ഞാൻ എനിക്കാം സാരല്ലേ ഇനി പരിഞ്ഞു. അതിന്റെ നൂലുകൾ വരണണ്ട, അത് അവസാനം നമുക്ക് കളയണം നൂലുകൾ. അല്ലെങ്കിൽ എന്താ പറയുക, ഇത് കഴിക്കുമ്പോൾ ഇങ്ങനെയുണ്ട് വായയിൽ കൊടുന്ന് വലിച്ചെടുക്കേണ്ടി വരും. ചിലർ വേറെ കളയരുത്, അതാണ് കഴിക്കണ്ടേന്ന് പറയും. അതെന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് കളഞ്ഞാലും ഞാരുണ്ട് ഇഷ്ടം പോലെ. ഉള്ളു ഞാരാണിതില്, കാറ്റുകാരന്റെ ഉള്ളിലേക്ക് ഇരുന്ന് ചുങ്ങി. കൊതുകിന്റെ ശല്യം ഉണ്ട്. അപ്പൊ ഞാൻ അതൊന്ന് തീന്ന് പോയിക്കാൻ സരിഞ്ഞു തരിഞ്ഞു. എനിക്ക് അരിയണ്ട നീ പൂതി ഞാൻ നഷ്ടപ്പെടുത്തി എന്ന് പറയാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. എന്റെ ദൈവമേ, ഇനിയിപ്പോ ഈ പുകയിലിരിക്കേണ്ടി വരുമോ? കണ്ടാ പുകയുമ്പോ പിന്നെ കൊതുകിന്റെ പ്രശ്നം ഇല്ലല്ലോ, മനുഷ്യന് ശ്വാസം കിട്ടണില്ലേ. ഇമ്രാൻ കിടക്കണമെങ്കിൽ അവിടെ നമ്മുടെ ഇമ്രാൻ ചില സമയത്ത് കിടന്നുറങ്ങായിരിക്കും, ചാർലിയും കിടന്നുറങ്ങായിരിക്കും, രണ്ടുപേരും കിടന്നുറങ്ങായിരിക്കും. അപ്പം ഞാൻ അതിൽ ചിലപ്പോൾ നടന്നു പോകുമ്പോൾ ഞാൻ ചോദിക്കും ഇങ്ങനെ, ചാർലി. അപ്പോൾ ചാർലി ഒരു അനക്കല്ലാണ്ട് ഇങ്ങനെ ചത്ത പോലെ എടുക്കുന്നുണ്ടാവും, അങ്ങനെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇമ്രാനും കിടക്കുന്നുണ്ടാവും. ഇമ്രാൻ എന്ന് വിളിക്കും. അപ്പോൾ ഇമ്രാൻ കണ്ണ് തുറന്നിട്ട് ഒറ്റ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ എൻ്റെ ഒരു നോട്ടം നോക്കൂട്ടാ. അത് ഞാൻ ചോദിക്കേ ചോറ് വേണോ എന്ന് ചോദിക്കും. അപ്പോൾ ചോറ് വേണം ചോദിക്കുമ്പോൾ ആളെ വാലുണ്ട്, ആ വാല് ഇങ്ങനെ മുകളിലേക്ക് കയറിച്ചിട്ട് 4 ആട്ടാട്ട്. അത് കാണാൻ ഭയങ്കര രസമാണ്. സമ്മതം, ചോറ് ഫുഡ് എന്തുട്ടാണെങ്കിലും കൊണ്ടു എല്ലാ സമയത്തും ആളിരുന്ന് ഓട്ടോ. അങ്ങനെ അതിൽ തീറ്റ എന്നുള്ള വിചാരം മാത്രമല്ലോ. പാവം കണ്ട പാവം എന്താ നമ്മുടെ പോലെ തന്നെ. അതുകൊണ്ടാണ് ചേട്ടന് അതിനോട് ഇത്ര സ്നേഹം. ഓക്കെ കനലായി. ഇപ്പം ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്ക് പരിപാടിക്ക് പോവാം. ലാസ്റ്റ് എത്തിയിരുന്നു. ഇതിട്ട് കഴിഞ്ഞില്ലേ? ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂത്രമൊന്നും കാണിക്കാനില്ല. അതായത് പണ്ട് എല്ലാ വീട്ടിലും വീടിൻ്റെ ഇറക്കാലിക്കുക, അതായത് ചായപ്പുണ്ടാവും വീടിൻ്റെ. പണ്ടൊക്കെ ഈ ഓട് വീട് മോല വീടൊക്കെ ഇല്ലേ, അപ്പോൾ ആളുകൾ ഇങ്ങനത്തെ വാഴക്കല്ല, ഉണ്ണിപ്പിണ്ടി, ഇതൊക്കെ സാധനങ്ങൾ നിറയെ ഉപയോഗിക്കുക. അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു നൂലുണ്ടാവും, ഇതിലൊക്കെ നൂലുണ്ടാവില്ലോ. അപ്പോൾ നൂലിനെ കളയാനായിട്ട് എല്ലാ വീട്ടിലും ഈ മുളയരെ ഒരു മുള്ളിൻ്റെ കഷ്ണം എല്ലാ വീട്ടിലും ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടാവും, ഈ ഇറക്കാലിക്ക് വെച്ചിട്ടുണ്ടാവും. ആ സാധനം കൊണ്ട് ഇങ്ങനെ ഇതിലിട്ടിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ആ നൂല് മുഴുവൻ പിടിക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ അങ്ങനത്തെ ഇല്ല. അപ്പം നമ്മൾ ഈ പ്ലക്കർ പോലത്തെ സാധനം ഇതുകൊണ്ട് ഇതിങ്ങനെ ഇട്ടിട്ട് കാണിക്കും. ആദ്യം അവിടെ ഏതൊക്കെ മതിലേട്ടുണ്ടായാലും മുന്നേ ജോയിയുടെ വീടിൻ്റെ അവിടെ മുള്ളും കൂട്ടുണ്ടായിരുന്നു. എന്താ പറയാ, ഒരു അതന്നെ ഒരു മുളക്കൂട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ വെക്കാറുണ്ട് ഞങ്ങള് ആദ്യം. ഇതുമാ എങ്ങനെ പിടിക്കുന്ന അറിയില്ല, പക്ഷെ ചെറുതായിട്ട് നൂല് ഇതുമാ പിടിക്കുന്ന അറിയില്ല. കിട്ടുന്നത് കിട്ടട്ടെ, അങ്ങനെ വിചാരിക്കാൻ പറ്റില്ലോ. ആളുകൾ ഇപ്പൊ ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല അധികം. അപ്പൊ എന്നിട്ട് നോക്കിയോട്ടെ, ഇങ്ങനെ ഇട്ടിട്ട് കാണിക്കുക. അപ്പൊ ഒരു നൂല് ഉള്ള നൂല് കിട്ടും. കുറച്ച് കിട്ടിൻ്റെ അടുത്ത് കണ്ട, വേണ്ട നൂല് കണ്ട, ഇതേ അധികം കിട്ടുന്നില്ല. കണ്ട മറ്റേ മുളയുടെ ഇതാണ്ടപ്പോൾ കണ്ടമാനം കിട്ടും. ഇതിപ്പോൾ കിട്ടിയത് ഇങ്ങനെ കണ്ട, ഈ സാധനം കിട്ടും. വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം, ചുള്ളിക്കമ്പിന്റെ വല്ല സാധനം നോക്കി വെക്കാം. എന്നിട്ട് ആക്കാം, നമുക്ക് കുറച്ച് നേരം ആക്കണം. ഇത് കുറേ ഉണ്ടാവില്ല തരുതേ കൂട്ടാൻ. പകുതി കാച്ചാൽ മതി. വേവിച്ച് വെച്ചോ, നാളെ കാലത്ത് ബാക്കിൽ വയ്ക്കാം. ഇതിൽ പിന്നെയും കിട്ടിയിട്ടുണ്ട് കണ്ട, ഇതേ ഇത് കണ്ട നൂല്. ഇത് വായയുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചെടുക്കേണ്ടി വരും. നമുക്ക് ദേഷ്യം വരും ഈ സാധനം കടിക്കുമ്പോഴേ. കണ്ട മുടി വായില് അതന്നെ അതിന്റെ ഒരു സുഖമില്ല, ഇഷ്ടപ്പെടില്ല നമുക്ക്. അപ്പോൾ ഇതിലത്തെ ഒരുവിധം നൂലൊക്കെ ഞാൻ കളഞ്ഞു കേട്ടാ. ഒരുവിധം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് കിട്ടാവുന്ന നൂലുകൾ കളഞ്ഞു, ഇനി കിട്ടാനില്ല. അങ്ങനെ കണ്ട കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി കഴുകിയിട്ട് ചട്ടിയിലേക്ക് ആക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് കഴുകാട്ടാ. വൃത്തികേടുകളൊന്നും ഇല്ല ഇതില്, അടിപൊളിയാണ് സാധനം. നമ്മുടെ കാലത്തിരിക്കാനിടാം. നമ്മുടെ സൂപ്പർ സാധനം അടുപ്പത്ത് വയ്ക്കാട്ടാ. ഞങ്ങൾക്ക് തീയാക്കിയിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഇറങ്ങിപ്പോറി. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാട്ടാ. നിറച്ച് വെള്ളം ഒഴിക്കണില്ല സരിത, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അല്ലേ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഉപ്പിടാട്ടാ. കല്ലുപ്പ് വേണമെങ്കിൽ കല്ലുപ്പിടാം, പൊടിപ്പ് വേണമെങ്കിൽ പൊടിപ്പിടാം. ഇളക്കിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. കുക്കറിലാണെങ്കിൽ ഇത് ഈസിയായി വേവാനായിട്ട് ഇത് ഇങ്ങനെ അതിൻ്റെ ഒപ്പം നിന്നിട്ട് വേവിക്കുക. അപ്പോൾ അവന് വേവട്ടെ. തിളച്ച് വരുന്നുണ്ട് കേട്ടാ, തിളച്ച് വരുന്നു. ഇതങ്ങനെ എടുത്ത് തിന്നാനായിട്ട് വലിയ രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവർക്ക് ചേരുവകൾ ചേർക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അല്ല, ഉണ്ണിപ്പിണ്ടിയുടെ രസം, ഉണ്ണിപ്പിണ്ടിക്ക് ഇത്തിരി കൂടി ബലം ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ അല്ലേ? ഇപ്പൊ രസമില്ല, ബന്ധു വരുന്നുള്ളോ. ഹിന്ദി ബയോളജി ഉണ്ടായിരുന്നാ? ജഗു ട്യൂഷൻ കഴിഞ്ഞ് നടന്നു വരുന്നു. ഹിന്ദി ബയോളജി ഉണ്ടായിരുന്നു. അതെ, നാളെ എന്നൊരു പരീക്ഷ ഹിന്ദി ബയോളജി. ഹിന്ദി ഉള്ളിയും വെളുത്തുള്ളിയും ചതയ്ക്കാണ്ട് നമുക്ക് കാച്ചണ്ടേ. അപ്പോൾ അത് മുന്നിൽ ചതച്ച് വയ്ക്കേണ്ട സരിത. ബീഫാണോ ജഗ്ഗു ചോദിക്കുന്ന കേട്ടാ? ബീഫിന് വെല്ലുന്ന സാധനമാണ്. മീൻ കൂട്ടാനൊന്നല്ല, ബീഫിന് വെല്ലുന്നതാണ് മീൻ കൂട്ടാൻ. ആണ് നന്നായി തിളക്കണ്ട കേട്ടാ, പെട്ടെന്ന് വേവും. ഇതേട്ടാ നമ്മുടെ ഈ സാധനം വെന്തു കേട്ടാ. അപ്പോൾ ഇത്ര വെള്ളം നമുക്ക് ഊറ്റി കളയാം. വെള്ളം ഊറ്റി കളയാം. ഇത്ര അധികമായിരുന്നു, ഇത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല. ഊറ്റി കളയാം, വെള്ളം ഇവിടെ ഊറ്റി കളയാല്ലേ. അയ്യോ, അത് പുറത്തേക്ക് പോയി, ഇത്തിരി പുറത്തേക്ക് പോയി. ഭയങ്കര ചൂടാ ചരിതേ. എന്താ പറയാ, ഇത് തിന്നാനുള്ളതല്ല, നിങ്ങൾക്ക് തിന്നാൻ പറ്റില്ല. കയ്യിൽ നിന്ന് പോയി. കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ ചേട്ടാ, കുഴപ്പമില്ല. ഭയങ്കര ആവി, കൈ പൊള്ളൂട്ടാ. കുറച്ച് വെള്ളം ഇതിലുണ്ടായിക്കോട്ടെ. വീണ്ടും അടുപ്പത്ത് വയ്ക്കുന്നു.
പയറിടണമല്ലോ നമുക്ക് ഇരിക്കും. പയറിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായി തിളപ്പിക്കണം. രണ്ടിന്റെയും ചേട്ടൻ പറയാറുള്ള പോലെ തന്മാത്രകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിട്ട്. ഇനി അതിന്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ഊറ്റിയിട്ടുണ്ടല്ലോ. അല്ല ഈ പയറിൽ വെള്ളം പയർ വേവിച്ചാണ്. അപ്പൊ അതിൽ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് അങ്ങനെ തന്നെ അടിക്കില്ല. നമുക്ക് മിക്സ് ചെയ്യാം. പയറിൽ ഉപ്പ് ഉണ്ടായിരുന്നില്ലേ, അപ്പൊ നമുക്ക് ഉപ്പ് ഇടാം. എന്താ ചാടാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാവും നിക്കണ അല്ലേ ചാർലിയെ? ഒന്ന് മൂടിയിട്ട് തരുക. മൂടി ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടിയിട്ടിട്ട് ഒന്ന് ജോയിൻ്റ് ആക്കാം നമുക്ക്. എന്നിട്ട് കാച്ചണം. കാച്ചി ഇപ്പൊ ഒരു രസം സാധനം തല്ലിപ്പൊളി. കുറച്ച് കഴിയുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവുക. കാച്ചണം കുത്തിപ്പൊടി മുളകിട്ടിട്ട് കാച്ചണം. പയറല്ലാണ്ട് മുതിര അങ്ങനത്തെ ഒന്നും ഇടാറില്ല. ഇതിന്റെ കൂടെ പയറ് മാത്രമേ പറ്റുള്ളൂ. ഉണ്ണിപ്പിണ്ടീരെ കൂടെ പക്ഷെ നമ്മള് പരിപ്പ്, പയറ്, മുതിര, കൊള്ളി അടിപൊളിയാ. എല്ലാം യോജിക്കും. കൊള്ളിയും ചിലപ്പോ രസം ഉണ്ടാവായിരിക്കട്ടെ ഇതിന്റെ കൂടെ ചേട്ടാ. കൊള്ളി ഇട്ടിട്ടാക്കായിരുന്നു അല്ലേ? അല്ല ബാക്കിയില്ലേ ഇനി അരിഞ്ഞിട്ടില്ലല്ലോ? ഫുൾ അരിഞ്ഞാ? അല്ല ഇനിയും പറക്കാണ്ടല്ലോ ഇഷ്ടം പോലെ. ആ കൊള്ളിട്ടിട്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ചേട്ടാ. ഇതുകൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കി രസം ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. അല്ല തീയല്ല, നമുക്ക് കാച്ചാം. ആയിട്ടാ നമുക്ക് ഇറക്കിക്കാം. മുഴുവൻ കാച്ചിക്ക് സരിതാ. വെള്ളം പോറ്റും തിരി വെള്ളമുള്ള വേണ്ടേ? ഇതിലേക്ക് ആവശ്യമില്ലല്ലേ? ഇത് ഇറക്കി വയ്ക്കുന്നു. നമ്മുടെ ചീഞ്ചട്ടി അടപ്പിലേക്കും. ഓ ചൂട് വെക്കുമ്പോഴത്തേക്കും ചൂടായ കൈ പിടി എന്തിനു അവർ കണ്ടിരിക്കുന്നു. എന്തിനാണ് ചാർലി കണ്ടേ? ത്രാട്ടാണോ? ചാടിപ്പോകാനുള്ള സൂത്രപ്പണിയാണോ? എന്തുട്ടാ? വാട്ട് യു വാണ്ട്? കംകീസ് കമ്പനിപ്പടി. ഗോ ടു യുവർ ക്ലാസ്സസ്. അവർക്ക് എന്തിന്റെ മണം കിട്ടുന്നുണ്ട് അവിടെ നിന്ന്. കുറുക്കന്മാരെയോ അപ്പുറത്ത് പറമ്പിൽ മുഴുവൻ കുറുക്കന്മാരില്ലേ? ചാർലി മണം പിടിക്കുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് നീ തന്നാ മതി. എത്ര ഉള്ളവർക്ക് നിങ്ങളിവിടെ നിന്ന് പോയി തരൂ. ബാക്കി ഞങ്ങൾ ഏറ്റു. ചീഞ്ചരിക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ചാർലിക്ക് അറിയണു. മതി എന്റെ വെളിച്ചെണ്ണ ചാടണ നിനക്ക്. ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് കിട്ടു. ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുക്കട്ടാ. കുത്തിപ്പൊടി മുളകിടാം. നീ കുത്തിപ്പൊടി മുളകിടണം കേട്ടോ. എനിക്ക് ഇവനാണ് കാച്ചണ്ടല്ലോ. അപ്പൊ കുറച്ചിട്ട പോരാ. ഇവനാണ് ഇതിന്റെ രുചി കൂട്ടുന്ന സാധനം കേട്ടാ. ഉള്ളിയും വെളുത്തുള്ളി എല്ലാം കൂടി വെളിച്ചെണ്ണ ഒക്കെ അതിന് രുചി കൊടുക്കണ സാധനങ്ങൾ തന്നെ. അല്ലെങ്കിൽ പിന്നെ കുത്തിപ്പൊടി മുളക് എല്ലിട്ട് ഇളക്കിയാൽ മതിയായിരുന്നില്ലേ? അതുകൊണ്ടെന്താ കാര്യം? അപ്പൊ ഇതൊക്കെ വരണ്ടേ? അല്ല ഞാൻ ഓരോന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലേ? നിർത്താണ്ട് ഇടയ്ക്കൊന്നും ഇങ്ങനെ ആക്കിയാൽ മതി. കണ്ട വേപ്പില പൊടിച്ചു വന്നിട്ട് കേട്ടാ. കഴിക്കുന്നുണ്ട്. വേപ്പില ഇടണു. നല്ല ഫ്രഷ് വേപ്പില. ഉള്ളിമുളകൊക്കെ നന്നായി മൂത്തൂട്ടാ. അപ്പൊ എനിക്ക് പൊരിട്ടോ. ഇത് നമ്മള് വെള്ളമായിട്ട് ഇടുന്നില്ല ചേട്ടാ. വെള്ളം ചില പടിയിലുണ്ടാവും. അപ്പൊ എനിക്ക് ഇടണം. പകുതിയെ നമ്മൾ എടുക്കണല്ലോ കേട്ടോ. പകുതി നാളെ കാലത്ത് കഞ്ഞിക്ക്. എന്താണ് ഈ പറഞ്ഞ സാധനം? ഇത്ര ഉള്ളോ? വാഴക്കല്ലിയും പയറും കഴിഞ്ഞു. എനിക്കുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് കട്ടൻ ചായയാണ്. ഞാൻ വെച്ചിട്ട് പോരാ. കട്ടൻ ചായ വയ്ക്കുക. അപ്പൊ ഞാൻ ഇതിലേക്ക് വിളമ്പാം. വെറുതെ ഇരുന്ന് കഴിക്കാനുള്ള സാധനം കേട്ടത്. ചൂടാറട്ടെ. സരിത ഇപ്പം കട്ടൻ ചായ ആയിട്ട് വരും. അതിന് സരിത കട്ടൻ ചായ കൊണ്ടിട്ടുണ്ട്. കട്ടൻ ചായയാണ്, കട്ടൻ കാപ്പിയാണ് പണ്ടത്തെ ചക്കര കാപ്പിയാണ് വേണ്ടത്. ഏത് മതി. അപ്പോൾ നമ്മുടെ കട്ടൻ ചായ എത്തി. നമ്മുടെ വാഴക്കല്ലും ഇത് ജീവിതത്തിലെ അപൂർവം പേരൊക്കെ കിട്ടില്ല തന്നെ. ചൂടാറിയ വാഴക്കല്ല കിട്ടണ്ടാടാ. ഇതുപോലത്തെ വാഴല്ലേ? ഇതുപോലത്തെ വാഴക്കല്ല നമുക്ക് ഒരു കാലത്തും കിട്ടില്ലെന്നു. നേന്ത്രവാഴയുടെ കല്ല വാങ്ങിക്കാൻ കിട്ടില്ല സാധനം.
ഇനി കട്ടൻ ചായ. കഞ്ഞീരപ്പം കഴിക്കാം. ഇനി കട്ടൻ ചായ ഒരു മുത്തിക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുക. ചൂടുണ്ട് ഇല്ല, ചൂടുണ്ട്. ആഹാ, ഇപ്പോഴാണ് സ്വർഗം താണിറങ്ങി വന്നതോ. ബീഫിനെ ടേസ്റ്റ്. അതെങ്ങനെയാ? അതിന്റെ വേറൊരു ടേസ്റ്റ്. അല്ല, ഇതിനി എന്തൊരു ചെയ്യാന്നറിയോ? ഇത് അതിലിരിക്കുന്നതില്ലേ, അത് മുഴുവൻ ഞാൻ അവിടെ നിന്ന് TV കണ്ടിട്ട് ഇങ്ങനെ ഇന്ന് കഴിക്കും. അപ്പൊ ഞങ്ങക്ക് വേണ്ടേ? അല്ല, നിങ്ങൾ കഴിക്കണില്ല. ഞങ്ങള് കഴിക്കുന്നുണ്ട്. എന്തായാലും ആഗ്രഹം അടിപൊളി അച്ഛൻ്റെ. അപ്പൊ അടിപൊളി സാധനം കേട്ടോ. കട്ടൻ ചായ കുടിച്ചിട്ട് കട്ടൻ ചായ ചൂടുണ്ട്. ഞങ്ങൾക്ക് ഇത്ര ചൂടോടെ കുടിക്കാൻ പറ്റില്ല. ആഹാ, മതി. ഇന്നത്തെ വൈകുന്നേരം ധന്യമായി. അപ്പം നിർത്താടാ. അപ്പം നിങ്ങളെല്ലാവരും വാഴക്കല്ല വീട്ടിൽ നേന്ത്രവാഴ ഉണ്ടെങ്കിൽ വളർത്തി വലുതാക്കി അതിൻ്റെ വാഴക്കല്ല ഉപയോഗിച്ച് ഇതുപോലെ വെച്ച് കഴിക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ വയറിനും കുടലുകൾക്കും എല്ലാത്തിനും നല്ല സുഖമായിരിക്കും. അപ്പം നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.